നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ മട്ടനിലോട്ട് 2 സവാള ഒന്ന് സ്ലൈസ് ആക്കിയത് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ് കേട്ടോ. ഇതിൽ നിന്നൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്തെടുക്കാം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. എന്നിട്ടൊരു 4-5 വിസിൽ കൊടുത്തിട്ട് മട്ടൻ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച കൂട്ടാണ് അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് മട്ടൻ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യും ഓയിലും ഹോൾ സ്പൈസസും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തത് 1 ടീസ്പൂണും പകുതി സവാള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3 കപ്പ് കൈമ റൈസ് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്ത് ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. ഒരു 20 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുത്ത് കഴിഞ്ഞാൽ കിഡിലും ബിരിയാണി റെഡിയാണ്. മസ്റ്റ് ആയിട്ടുണ്ട് ചെയ്ത് നോക്കും.